ഇന്ത്യയിലെ തന്നെ 10 സുന്ദര ഗ്രാമങ്ങളിലൊന്നായ പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. പഴമയുടെ സൗന്ദര്യം ഒട്ടും ചോരാതെ തന്നെ ഇപ്പോഴും ഇവിടുത്തെ പല സ്ഥലങ്ങളും അതേപടി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളെ ആകർഷിക്കുന്ന മറ്റൊരു കാഴ്ച. ആദ്യം നമ്മൾ പോകുന്നത് ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രത്തിലേക്കാണ്. പ്രകൃതി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി തന്നെയാണ് സീതാർകുണ്ട് വെള്ളച്ചാട്ടവും ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയും. റീലുകളിലും വീഡിയോസിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ചായക്കടയാണ് ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട. അപ്പോൾ ആ വിശേഷങ്ങളെല്ലാം നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രം. ക്ഷേത്രം എന്ന് പറയുമ്പോൾ വലിയ കെട്ടിടങ്ങളൊന്നുമില്ല, ആൽമരങ്ങളാണ് ചുറ്റുമുള്ളത്. ഈ പ്രകൃതി തന്നെ ക്ഷേത്രമായി മാറുന്ന ഒരു മനോഹരമായ സ്ഥലം. കറുപ്പുസ്വാമിയാണ് ഇവിടുത്തെ ആരാധനാ ദൈവം. പൂജ ചെയ്യാൻ റെസിപ്റ്റോ കാര്യങ്ങളോ വേണ്ട എന്നുള്ളതാണ് അടുത്തൊരു പ്രത്യേകത. നമ്മൾ തന്നെ സ്വയം പൂജ ചെയ്ത് ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി മൃഗബലിയോ അങ്ങനെയൊക്കെ കഴിച്ച് അവിടെ തന്നെ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി. ഞങ്ങളെന്തായാലും കുറച്ചധികം നേരം തന്നെ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോസും വീഡിയോസൊക്കെ ഒരുപാട് എടുത്തിട്ടുണ്ടായിരുന്നേ. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ് ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രം. ഒട്ടനവധി സിനിമകളിലും ഷൂട്ടിംഗ് ലൊക്കേഷനായിട്ട് കൂടി ഇടം പിടിച്ചൊരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ പ്രകൃതി ക്ഷേത്രം. പല സ്ഥലങ്ങളിൽ നിന്നും ഭക്തർ നിരവധി പേർ ഇവിടേക്ക് ദിനംപ്രതി വരാറുണ്ട്. നമ്മൾ കയറി വരുന്ന സ്ഥലത്ത് തന്നെ ഒരു വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ് നമ്മുടെ ഈ പ്രകൃതി ക്ഷേത്രത്തെ നശിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട്. കൊല്ലങ്കോടിൻ്റെ ഗ്രാമീണ ഭംഗി കാണാൻ വരുന്നവർക്ക് മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട പ്ലേസിൽ ഒന്ന് തന്നെയാണ് ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രം. ഒരിക്കലും മിസ് ചെയ്യരുതേ. വീട്ടിൽ നിന്ന് 14 കിലോമീറ്ററാണ് ഞങ്ങൾക്ക് കൊല്ലങ്കോടിലേക്ക് വരാനുള്ളത്. അതുകൊണ്ട് ഞങ്ങളൊരു 11 മണിയായപ്പോൾ തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത്. 11 മണിക്ക് ഇറങ്ങിയതിന് ശേഷം നമ്മൾ കൊല്ലങ്കോടിൽ ഇന്ന് വിസിറ്റ് ചെയ്യാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആഗ്രഹ സാഫല്യത്തിനായി വീടില്ലാത്തവർ വീടും വാഹനങ്ങളില്ലാത്തവർ വാഹനവും അതെല്ലാം ഉണ്ടാക്കി ഇവിടെ കെട്ടിത്തൂക്കി ഇടുന്നതാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടത്. കുറേ നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇറങ്ങി. ഇനി അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയാണ്. അത് നമ്മൾ നേരെ പോകുന്ന വഴി തന്നെ കാണാം. ഇതാണ് ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട കേട്ടോ. ഓലകളൊക്കെ കൊണ്ട് മേഞ്ഞിട്ടുള്ള ഒരു കൊച്ചു വീടാണ് ഇത്. ഇവിടെ പോയി കഴിഞ്ഞാൽ ചായയൊക്കെ കുടിച്ച് നമുക്ക് റിലാക്സ് ആവാം. അതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കിയാൽ മതിയേ. ഡീറ്റെയിൽഡായിട്ട് ചെല്ലഞ്ചേട്ടനെയൊക്കെ പരിചയപ്പെടുന്നതൊക്കെ ആ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കൊല്ലങ്കോട് കാണാൻ വരുന്നവർക്ക് വൺ ഡേ കൊണ്ട് കവർ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ് ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രം, സീതാർകുണ്ട് വെള്ളച്ചാട്ടം, ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട. ഇതെല്ലാം വരുന്നത് ഒറ്റ റൂട്ടിലാണ്. അപ്പോൾ നമുക്ക് ആ പോകുന്ന വഴി തന്നെ ഇതെല്ലാം കവർ ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോൾ കാണുന്ന താമരപ്പാടവും ഇതും സെയിം റൂട്ടാണ് വരുന്നത്. പിന്നെ അടുത്തത് എന്ന് പറയുന്നത് വാമല ടെമ്പിൾ. അത് പല്ലാവൂർ വഴിയാണ്. എന്നാലും ഇവിടെ നിന്ന് കുറച്ച് ദൂരം മാത്രമേ അങ്ങോട്ടും ഉള്ളത്. അതുകൊണ്ട് നമുക്ക് വൺ ഡേ കൊണ്ട് ഈ സ്ഥലങ്ങൾ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത് തന്നെയുള്ളൊരു സ്പോട്ടാണ് മുതലമട റെയിൽവേ സ്റ്റേഷൻ. വെട്ടം സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ്. വെട്ടം തുടങ്ങിയ ഒട്ടനവധി സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ് മുതലമട റെയിൽവേ സ്റ്റേഷൻ. പക്ഷെ അവിടെ പോവുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഫോൺ ക്യാമറ കൊണ്ട് ജസ്റ്റ് ഷൂട്ട് ചെയ്തിട്ട് കുറച്ച് നേരം നിന്നിട്ട് അപ്പം തന്നെ കണ്ടിട്ട് വരേണ്ടി വരും. അവിടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് കുറേ നേരം അലോ ചെയ്യുള്ളൂ. അപ്പോൾ അവിടെ പോയ വീഡിയോ ഞാൻ നേരത്തെ ഒരു ഷോർട്സ് ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. അതുകൂടെ ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ താഴെ റിലേറ്റഡ് വീഡിയോയിൽ കൊടുക്കാം. താമരപ്പാടം എന്ന പേര് വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ താമരകളൊന്നും അധികം കാണില്ല കേട്ടോ. പാടമാണ് കൂടുതൽ. പാടം ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നതാണ്. ഫുൾ പച്ചപ്പ് നിറഞ്ഞൊരു പ്രകൃതി ഭംഗി ആസ്വദിക്കാം. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. പച്ചപ്പും ഹരിതാപവും ഒക്കെ ആസ്വദിക്കുന്നവർക്ക് ഇതൊരു കിടുക്കാച്ചി സ്പോട്ട് തന്നെയാണ്. ഇതിനകത്തൂടെ നമുക്ക് കയറണമെങ്കിൽ ഒരു എൻട്രി ഫീ 20 രൂപയാണ് അവിടെ വരുന്നത്.
കൊല്ലങ്കോട് ഞങ്ങൾ ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിലും താമരപ്പാടത്തിലേക്ക് കയറാൻ ഇതുവരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പുറത്ത് നിന്ന് കാണുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്തവണയാണ് ഇതിനകത്തൂടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു താമരപ്പാടം. നല്ല നട്ടുച്ച സമയമായിരുന്നെങ്കിലും വെയിലൊക്കെ നല്ലപോലെ ഉണ്ടെങ്കിലും വെയിലിൻ്റെ ചൂടൊന്നും അറിയുന്നേ ഇല്ല. അത്രയും നല്ല കാറ്റായിരുന്നു കേട്ടോ 4 ഭാഗത്തുനിന്നും അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷീണം ഉണ്ടായിരുന്നില്ല, ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇത് കാണുമ്പോൾ തന്നെയാണ് ഞാനും ഓർക്കുന്നതോ ഞാൻ എന്തൊക്കെയായിരുന്നു അവിടെ ചെയ്തുകൊണ്ടിരുന്നതെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു സ്പോട്ടാണ് കേട്ടോ. അതുകൊണ്ട് കൊല്ലങ്കോട് വരികയാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഇവിടേക്കൊന്ന് കയറി നോക്കണേ. ഈ വൈബൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ സ്പോട്ട് ഇഷ്ടപ്പെടും. അങ്ങനെ ഞങ്ങൾ ആ പാടവരമ്പത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് നടന്നു. ഓരോ നല്ല സ്പോട്ടുകൾ കണ്ടപ്പോൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യായിരുന്നു. അങ്ങനെ താമരപ്പാടത്ത് വന്നിട്ട് ഞാൻ ആദ്യമായിട്ടൊരു താമര കണ്ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടിച്ചെന്ന് ഒരു താമര എടുക്കുകയായിരുന്നു. ഒരു പാത്രത്തിൽ, ഒരു വട്ട പോലത്തെ ഒരു പാത്രത്തിൽ ഒരു താമര ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പറയുമായിരുന്നു, താമരപ്പാടത്ത് വന്നിട്ട് ഞാനൊരു താമര കണ്ടു, ഇതെടുക്ക് എന്ന് പറഞ്ഞിട്ട് ഏട്ടനോട് ഇങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ അതിൻ്റെ വ്യൂ കൂടെ എടുത്തുട്ടോ. നോക്കൂ, പാടം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എത്രത്തോളം കാറ്റാണ് വരുന്നതെന്ന്. എന്തായാലും നല്ല അടിപൊളി വൈബായിരുന്നേ. ഞങ്ങൾ രണ്ടുപേരും നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു. ഭയങ്കര രസമല്ലേ പാടവും വയലും കാടും മേടും പുഴകളും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ ഒരു കോട്ട്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനതിൽ നിന്ന് വായിക്കുകയായിരുന്നു. അന്നം തന്ന മണ്ണും മണ്ണിൽ പണിയുന്ന മനുഷ്യനും അങ്ങനെ എന്തൊക്കെയോ സംതിങ് എഴുതി വെച്ചിട്ടുള്ള കോട്ട്സൊക്കെ ആയിരുന്നു. എന്തായാലും നല്ല രസമായിരുന്നു. എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടമായിട്ടോ. അവിടുത്തെ ഓരോ നിമിഷവും ഞാൻ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തേ. നിങ്ങളുടെ നാട്ടിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ.
അത്രയ്ക്ക് തുണിയായിട്ട് ഇടയിൽ വെച്ചത് ഇവനും കൂടെ ജോയിൻ ചെയ്തു കേട്ടോ. എന്താണെന്നറിയില്ല, ഭയങ്കര സ്നേഹമായിരുന്നു. അങ്ങനെ ഫുൾ നടന്ന് ഫ്ലവർ ഷോ കാണുന്ന അവിടെ എത്തിയിട്ടുണ്ടേ. അപ്പോൾ ഇനി ഫ്ലവർ ഷോ കണ്ടാലോ? വായോ. ഓരോ സീസൺ ടൈമിലായിരിക്കും ഇവിടെ നന്നായിട്ട് പൂക്കുന്നത് തോന്നുന്നു. ഇപ്രാവശ്യം ഭയങ്കര കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാലും നല്ല രസമായിരുന്നു. മൊത്തത്തിലുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ചെണ്ടുമല്ലിയാണ് കേട്ടോ അവിടെ കൂടുതലായിട്ടുണ്ടായിരുന്നത്. ഓറഞ്ച് കളറും മഞ്ഞുമായിട്ട് അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് ആസ്വദിച്ച് ആ വഴി അങ്ങനെ നടന്നു. ഇവർ തമ്മിൽ നല്ല കൂട്ടായി തോന്നുന്നു. ഏട്ടനാണെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് അവന് പേര് ഇട്ടെന്ന് തോന്നുന്നു. കൈസർ എന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. സ്ഥലങ്ങളിലൊക്കെ നമ്മൾ മുമ്പും വിസിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നില്ല. അന്ന് നമ്മൾ 10 മണിക്ക് ട്രാവലിംഗ് തുടങ്ങിയിട്ട് ആദ്യം ചിങ്ങഞ്ചിറ ക്ഷേത്രത്തിൽ പോയി, പിന്നെ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിൽ പോയി സീതാർകുണ്ട് വെള്ളച്ചാട്ടവും കണ്ട്, പിന്നെ നേരെ മുതൽമട റെയിൽവേ സ്റ്റേഷനിൽ പോയി, പിന്നെ ഈവനിങ് തിരിച്ചു വരുന്ന വഴി പല്ലാവൂർ വാമല ടെമ്പിളിലും കയറിയിട്ടാണ് വന്നത്. അപ്പോൾ ഈ ഒരു ഡെസ്റ്റിനേഷൻ എന്തായാലും നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇവിടെ കുറേ ചേച്ചിമാർ അതിൻ്റെ ഇടയിൽ പണിയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഇങ്ങനെ ജസ്റ്റ് സംസാരിച്ചിട്ടൊക്കെ നമ്മൾ വേഗം നടന്നു വന്നു. മഴയാണേലും വെയിലാണേലും ഇവരൊക്കെ അധ്വാനിക്കുന്നത് കൊണ്ടാണല്ലേ നമ്മളൊക്കെ ഈ ആസ്വദിക്കുന്നത് എന്നൊക്കെ ആലോചിച്ച് ഞാനും ആ വഴി അങ്ങനെ നടന്നു വന്നു. നിങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടമായോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ താമരപ്പാടമൊക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങിയേ. ഇനി അപ്പോൾ നേരെ വീട്ടിലേക്കാണ്. ഓൾറെഡി നമുക്ക് കൊല്ലങ്കോട് നിന്ന് ഒരു പാഴ്സൽ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ മെയിനായിട്ട് കൊല്ലങ്കോട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ സ്ഥലങ്ങളിലേക്കൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ടെങ്കിലും ഒന്നുകൂടെ വന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു, അങ്ങനെയായിരുന്നു ഇന്നത്തെ യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നേരെ പാഴ്സലൊക്കെ എടുത്തിട്ട് നമ്മളിനി വീട്ടിലേക്ക് പോവുകയാണേ. എന്തായാലും ഇപ്പോൾ ഉച്ചയായിട്ടുണ്ട്. അപ്പം നേരെ വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് വൈകുന്നേരം ആ ഒരു ടൈം ആവുന്ന സമയത്ത് നമുക്ക് പല്ലാവൂർ വാമല ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങാമെന്നുള്ളൊരു പ്ലാനായിട്ടായിരുന്നു ഞങ്ങൾ നേരെ വീട്ടിൽ പോയത്. എന്നിട്ട് ഞങ്ങളൊരു സന്ധ്യാസമയമായപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഏകദേശം കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. അതിനനുസരിച്ചാണ് ഞങ്ങളുടെ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. അപ്പം നിങ്ങൾ ദൂരം എവിടെ നിന്നാണ് അല്ലെങ്കിൽ വരുന്നത് എവിടെ നിന്നാണെന്നനുസരിച്ച് ട്രിപ്പ് പ്ലാൻ ചെയ്താൽ മതി. എന്തായാലും വണ്ടി കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലിസ്റ്റിലുള്ളതെല്ലാം. അങ്ങനെ നമ്മൾ പല്ലാവൂർ വാമന ടെമ്പിളിൽ എത്തിയേ. ഇനി ഈ മല കയറി മുകളിലേക്ക് പോകണം. അങ്ങനെ സ്റ്റെപ്പൊക്കെ ഉണ്ട്, വരുന്ന വഴിയിൽ സ്റ്റെപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ വഴിയൊക്കെ കയറിയാൽ മതിയാകും. പക്ഷെ ആ ദൂരെ കാണുന്നതാണ് അമ്പലം. ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ലൊക്കേഷനും കൂടിയാണ് ഈ പല്ലാവൂർ വാമന ടെമ്പിൾ. ഇതാണ്ടോ ആ കാണുന്നതാണ് അമ്പലം. ഇനി നമ്മളൊക്കെ അവിടേക്കാണ് പോകേണ്ടത്. ഞങ്ങൾ മിക്കപ്പോഴും വരാറുള്ള സ്ഥലമാണ്. അമ്പലത്തിൽ പോകണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും ഇവിടെ വരാറുണ്ട്. ഇനി എല്ലാ സ്പെഷ്യൽ ദിവസങ്ങളിലാണെങ്കിലും അങ്ങനെയാണെങ്കിലും ഇവിടെ വരാറുണ്ട്. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ക്ലൈമറ്റും അടിപൊളിയായിരുന്നേ. വെയിലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കാറ്റും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഭയങ്കര പീസ്ഫുള്ളായിട്ട്, ഭയങ്കര ക്രൗഡൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് കുറച്ച് ആളുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നെ കുറച്ചധികം വീഡിയോസൊക്കെ എടുക്കുകയായിരുന്നു. ഓരോവിടെയും പോയിട്ട് എങ്ങനെയുണ്ട് വ്യൂ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഓരോ സൈഡിലും പോയി നിൽക്കുകയായിരുന്നു. ഈ ഒരു മരം ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാണ്.
അപ്പോൾ അതിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇതിലേതെങ്കിലും സ്ഥലത്ത് നിങ്ങൾ മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ അതേതാ സ്ഥലം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. മിക്കപ്പോഴും ഇവിടേക്ക് വരാറുണ്ടെങ്കിലും എനിക്ക് എന്ന് വരുമ്പോഴും ഒരു ആദ്യമായിട്ട് കാണുന്നൊരു ഫീലാണ് ഇവിടെ വരുമ്പോൾ കിട്ടാറ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ എക്സൈറ്റ്മെൻ്റ് എല്ലാം എനിക്കുണ്ടാവും. ഞാനാണെങ്കിൽ ഇങ്ങനെ അത് നോക്ക് ഇത് നോക്ക് എന്ന് പറഞ്ഞിട്ട് എല്ലാം ആദ്യമായിട്ട് കാണുന്നത് പോലെ ആയിരിക്കും എൻ്റെ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ വരിക. അങ്ങനെ എന്തോ എന്നെ കളിയാക്കി ഏട്ടൻ പറഞ്ഞെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത്. ഒരുപാട് ദൂരമൊന്നും പോകണ്ടെന്നേ, ഇങ്ങനെ ആസ്വദിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ണ് തുറന്ന് നോക്കിയാൽ മതി, എന്തുമാത്രം ബ്യൂട്ടിഫുൾ ആണെന്ന്. ഈ മരത്തിലെ പൂവിനുണ്ടല്ലോ നല്ല മണമായിരിക്കും. നിങ്ങൾക്ക് ഈ പൂവിൻ്റെ പേരെന്താണെന്നറിയോ? പണ്ട് ഈ പൂ വെച്ചിട്ട് കമ്മലും മാലയൊക്കെ ഉണ്ടാക്കും. നല്ല രസമായിരുന്നു. അത് വെച്ചിട്ട് ഒത്തിരി കളിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം മടക്കിയിട്ട് കമ്മലൊക്കെ ഉണ്ടാക്കുമ്പം നല്ല രസമായിരിക്കും. പൂ പോലെ വരും. നിങ്ങൾക്ക് പേരറിയുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞാൻ നേരെ തൊഴാനാണ് പോയത്. കുറച്ച് നേരം തൊഴുതി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നേരമൊക്കെ ഒന്ന് നല്ലോണം ഒരു മങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. സമയം ഒരു 6:30 6:45 ആവാറായിട്ടുണ്ട്. എല്ലാം അന്തരീക്ഷമൊക്കെ നല്ലൊരു മഞ്ഞ കളറായിട്ടുണ്ടായിരുന്നു. നല്ല ബ്യൂട്ടിഫുള്ളായിരുന്നു കേട്ടോ. കറക്റ്റ് ഈ ടൈമിലൊക്കെ വരികയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അല്ലെങ്കിൽ പുലർച്ചെയാണെങ്കിലും അടിപൊളിയായിരിക്കും. കറക്റ്റ് ഒരു ഈവനിങ് ടൈമൊക്കെ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് സൂര്യൻ അസ്തമിക്കുന്നതൊക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുമേ. ഞങ്ങൾ വരാൻ കുറച്ചൊന്ന് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു കാഴ്ച നമ്മൾ മിസ് ചെയ്തു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ നേരം ഇരുന്ന് സംസാരിക്കുകയൊക്കെ ആയിരുന്നു. നല്ലൊരു രസമാണ് കേട്ടോ. അവിടെ ഈവനിങ് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ചെയ്യാൻ. നമ്മൾ പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ കാറ്റുകൊണ്ടിരുന്ന് ഓരോ സ്ഥലങ്ങളിലിരുന്ന് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. സ്ഥിരം വന്നിങ്ങനെ ഇരിക്കുന്നവരുണ്ട്. എന്തായാലും അടിപൊളി വൈബാണ്, ഒന്നും പറയാനില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അങ്ങനെ പോകാനും തോന്നില്ല. അതൊരു സന്ധ്യാസമയമാണെങ്കിൽ പിന്നെ ഒന്നും പറയണ്ടല്ലോ. നല്ല വ്യൂവും കാര്യങ്ങളായതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ ആസ്വദിച്ച് അവിടെ അങ്ങനെ സംസാരിച്ചിരുന്ന് പോകും. നേരം പോകുന്നത് പോലും അറിയാതെ അങ്ങനെ ഇരുന്ന് പോകും. ഇവിടെ ഒരുപാട് പേരെ നമ്മളങ്ങനെ കണ്ടു കേട്ടോ. ചുറ്റും ഓരോ സ്ഥലങ്ങളിൽ അങ്ങനെ ഇരിക്കുന്നവർ, വന്നവരും പോകുന്നവരും അങ്ങനെ എല്ലാവരും സ്ഥിരം ആളുകളും ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും അടിപൊളി രസമുള്ള ഒരു ക്ലൈമറ്റും അറ്റ്മോസ്ഫിയറും എല്ലാം ഭയങ്കര പീസ്ഫുള്ളായിരുന്നു. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്ത ഡേ ആയിരുന്നേ. എൻ്റെ ഈ ഒരു ചെറിയ ജേണിയിൽ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതിയേ. കൊല്ലങ്കോടിൻ്റെ ഗ്രാമീണ ഭംഗി ആസ്വദിക്കാൻ വരുന്നവരാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഈ വീഡിയോയിൽ കാണിച്ച 3 സ്ഥലവും മിസ്സ് ചെയ്യരുതേ. അങ്ങനെ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഈ ഒരു യാത്രയ്ക്ക് ഒരു പൂർണ്ണതയില്ലാതായതുപോലെ തോന്നും. അങ്ങനെ ഞങ്ങൾ ഓരോന്ന് സംസാരിച്ച് അങ്ങനെ ഇരുന്നു. അപ്പോഴാണ് അവിടുത്തെ പൂജാരി വന്നിട്ട് നമ്മളോട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്, എവിടെയാണ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ പൂജാരി പറയായിരുന്നു എന്നെ കൂടെ വീഡിയോയിൽ എടുക്കുമോ എന്നുള്ളത്. അപ്പം ഞാൻ കുറച്ച് വീഡിയോസ് സ്വാമിയുടെ കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് ഇനി നേരെ ഒരു തട്ടുകടയിൽ പോയിട്ട് ഞാനൊരു 2 മുട്ട ബജി മുളക് ബജിയൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ.